ഇത് അദ്ദേഹം പറയണ കേട്ടു, ഈ വ്യവസായ മന്ത്രി മെട്രോക്കെതിരെ സമരം ചെയ്തതല്ലേ. അന്നത്തെ പത്രക്കാരാരാ ഉള്ള ഇവിടെ? ഞാൻ പുതിയ തലമുറയാണ് അല്ലേ? ഉണ്ടോ? നിങ്ങൾ വെറുതെ PRS പോയിട്ട് പാർലമെന്റ് നോക്കിയാൽ മതി. അദ്ദേഹം പുതിയ തലമുറയെന്ന് വിചാരിച്ചിട്ടാ. ഈ ശ്രീധരൻ എന്താ അദ്ദേഹം പറഞ്ഞ എന്നെ കുറിച്ച്? രാജീവാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യ സംഘടിപ്പിച്ചത്. അതിനെ അത്രയ്ക്ക് അപ്പോയി ചെയ്തില്ല. ഇതിന്റെ ആവശ്യമുണ്ടോന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അത് നടന്നെങ്കിൽ അന്ന് നിയമാസം കിട്ടിയിട്ടില്ലായിരുന്നു. ശ്രീധരൻ ഒഴിവാക്കുന്നതിന് വേണ്ടി DMRS ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ നീക്കം നടത്തി. അതിനെതിരെ വമ്പിച്ച ജനകീയ സമ്മർദ്ദം കേരളത്തിലും കൊച്ചിയിലും ഉയർന്നുവരികയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെയും DMRS ഉൾപ്പെടുത്താൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിർബന്ധിതമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ സമയബന്ധിതമായി അഴിമതിരഹിതമായി പൂർത്തീകരിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞ കാണിക്കേണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്താ എന്നാലും കേൾക്കുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് പറയാം, വാട്സപ്പ് ഗ്രൂപ്പിലാണല്ലോ പറഞ്ഞോട്ടെ, പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ല. അപ്പോ വ്യവസായ മന്ത്രിയാണല്ലോ മെട്രോയ്ക്കെതിരെ സമരം ചെയ്ത്. മെട്രോയ്ക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞപ്പോ, മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്തെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ജസ്റ്റിസ് VR കൃഷ്ണസ്വാമി അധ്യക്ഷനും ഞാനുമായി കൺവീനറുമായി ജനറൽ കൺവീനർ. ഞാനന്ന് അദ്ദേഹം പറഞ്ഞൊരു പാർട്ടി സെക്രട്ടറി അല്ല, പാർലമെന്റ് മെമ്പറാണ്. ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ്. മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യയുടെ അവസാനത്തെ യാത്രയാണ്. നിങ്ങൾ ഡൽഹിയിലുണ്ടോ? ഇല്ല. ഇദ്ദേഹം ഡൽഹിയിലുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലെ? അല്ലാണ്ട് മെട്രോയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൃഷ്ണസ്വാമി അവസാനം അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഈ മനുഷ്യൻ ഈ ഓന്തിന്റെ ഓർമ്മയെന്ന് കരുതിയിട്ട് അതൊക്കെ പറയുന്നു, പെട്ടെന്ന് മറന്നു പോകുന്നില്ല. ഇതെല്ലാം പഴയ പോലെ അല്ല, എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അന്ന് ഞങ്ങൾ സമരം നടത്തി, സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കാൻ ശ്രമം നടന്നു. ഇവിടെ നിന്ന് കമൽനാഥ് ഉൾപ്പെടുന്നു. അന്നത്തെ കൊച്ചി ഉണ്ടായിരുന്ന പത്രക്കാർക്ക് അറിയാം. ലേബർ ഡിന്റെ വലിയ മീറ്റിംഗ് നടന്നു. ഏറ്റവും ഒടുവിലാണ് DMRCക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. നാട് ആഗ്രഹിച്ചായിരുന്നു. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി. ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്. മെട്രോയ്ക്ക് എതിരല്ല, മെട്രോയ്ക്ക് വേണ്ടി.